ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്ലാസ് തുടരാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു അല്ലേ. ഇനി കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രെയിൻ ക്രാക്കർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളാണ്. നമുക്ക് അന്നേരം ഈ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഷൂറാക്ക് ഹാസ് 5 pair of shoes. Find the number of ways in which 4 shoes can be chosen so that there is no complete pair. അപ്പൊ 5 പെയർ ഓഫ് ഷൂസ് ഉണ്ട്. 5 പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 ഷൂസ് അവിടെ ഇരിപ്പുണ്ട് അല്ലെ. അതിൽ നിന്ന് നമുക്ക് 4 ഷൂസ് എടുക്കണം ഇൻ സച്ച് എ വേ ദാറ്റ് അതിൻ്റെ അകത്ത് ഒരെണ്ണം പോലും പെയർ ആവാൻ പാടില്ല. അപ്പം ലെഫ്റ്റ് ഷൂസ് അതിന്റെ പേർ റൈറ്റ് ഷൂസ്, ലെഫ്റ്റ് ഷൂസ് അതിന്റെ പേര് റൈറ്റ് ഷൂസ്, ലെഫ്റ്റ് ഷൂസ് അതിന്റെ പേര് റൈറ്റ് ഷൂസ് അല്ലെ. എങ്ങനെയല്ലേ നമുക്ക് ഷൂസ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിൽ നിന്ന് നമ്മൾ 4 ഷൂസ് എടുക്കണം സോ ദാറ്റ് ഒന്നുപോലും പെയർ ആവാൻ പാടില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇത് ഇത്രയും എടുത്തിട്ട് ഇതിനെ എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഒന്നുപോലും പെയർ ആവത്തില്ലല്ലോ. ഈ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിനെ 2 രീതിയിൽ ചെയ്യാം. ആദ്യം നമുക്ക് മെത്തേഡ് 1ലേക്ക് കടക്കാം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്താൽ നോക്കുക, കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് ഫോക്കസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്താൽ ടോട്ടൽ 5 എണ്ണം ഉണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഞാൻ 4 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പെയർ വരുമോ? ഇല്ലല്ലോ. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള എടുത്തു കഴിഞ്ഞാൽ പെയർ വരില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഫോക്കസ് ചെയ്യാണ്. അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എടുക്കുകയാണ്. നമുക്ക് ടോട്ടൽ 4 എണ്ണം അല്ലേ വേണ്ടത്. അന്നേരം ഇതിൽ ഏതെങ്കിലും പെയർ വരുമോ? ഇല്ല. ഫോളോഡ് ബൈ ദാറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ എടുക്കുന്നില്ല. ഒന്നും തന്നെ എടുക്കാത്തതിനെ ഒറ്റ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഒന്നും വരില്ലല്ലോ. കാര്യം പിടിയിടല്ലോ. ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് പെയർ ആയിട്ടുള്ള ഒന്നും തന്നെ വരില്ല. അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോസിബിൾ വേ? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. ലെറ്റ്സ് സേ ഞാൻ ഈ ഇതും എടുത്തു. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് ടോട്ടൽ 4 എണ്ണോ. അന്നേരം റൈറ്റ് സൈഡിൽ ഏതിൽ നിന്നൊക്കെ ചൂസ് ചെയ്യാം? ഈ 3 എണ്ണം ചൂസ് ചെയ്തെങ്കിൽ ബാക്കിയുള്ള 2 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പെയർ ഫോം ചെയ്യത്തില്ല. കാര്യം പിടികിട്ടിയോ? സോ ആദ്യം നമ്മൾ ചെയ്ത ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം 4 എണ്ണം എടുത്തു. അടുത്തത് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 എണ്ണം എടുത്തു. ആ 3 എണ്ണം ഏതാണോ അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ റൈറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ടോട്ടൽ 4 എണ്ണമായി. അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 5 എണ്ണം ഉള്ളതിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുക്കുന്നു. ഫോളോഡ് ബൈ ദാറ്റ് ലെറ്റ്സ് സേ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം ഇവിടെ ഉണ്ട്. ആ 3 എണ്ണത്തിൽ നിന്ന് നമുക്ക് 2 എണ്ണം എടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. കാര്യം പിടികിട്ടിയോ? അന്നേരവും അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ബാക്കിയുള്ള 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. ടോട്ടൽ 4 എണ്ണമായി. ഓക്കെ, ഇനി എന്താ ബാക്കിയുള്ളത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുക്കുന്നു. ഫോളോഡ് ബൈ ദാറ്റ് റൈറ്റ് സൈഡിൽ ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 എണ്ണം ഉണ്ട് അല്ലെ. ആ 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. ഫോളോഡ് ബൈ ദാറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ എടുക്കുന്നില്ല. ഫോളോഡ് ബൈ ദാറ്റ് റൈറ്റ് സൈഡിൽ 5 എണ്ണം ഉള്ളതിൽ നിന്ന് 4 എണ്ണം എടുക്കുന്നു. ഏതെങ്കിലും ഒരു 4 എണ്ണം എടുക്കുന്നു. അന്നേരവും പേര് നമുക്ക് വരത്തില്ല. ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. സോ 5C4 into 1 plus 5C3 into 2C1 plus ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഇതെല്ലാം പ്രീവിയസ്ലി ജെഇക്ക് ചോദിച്ചിട്ടുള്ള ഒറിജിനൽ ചോദ്യങ്ങളാണ്. ഇത് മെത്തേഡ് 1. ലോജിക്ക് മനസ്സിലായല്ലോ? വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് മെത്തേഡ് 1. ഇനി മെത്തേഡ് 2ലേക്ക് ഞാൻ കിടക്കുവാണെങ്കിൽ മെത്തേഡ് 2ൽ പോകുമ്പോഴും ഇപ്പൊ ഞാൻ ഒന്നും കൂടി ഇതൊന്ന് വരയ്ക്കുകയാണ്. റൈറ്റ്, ഇതല്ല ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷനുകളിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നത്? ടോട്ടൽ നമുക്ക് 5 പെയർ ഓഫ് ഷൂസ് ഉണ്ട്. ശരിയല്ലേ? 5 പെയർ ഓഫ് ഷൂസ് ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം ഞാൻ 4 പെയറിനെ അങ്ങ് സെലക്ട് ചെയ്തു. ആദ്യം നമുക്ക് 5 പെയർ ഉള്ളതിൽ നിന്ന് 4 പെയറിനെ ഞാൻ അങ്ങ് എടുക്കുന്നു. സോ ആദ്യം ഞാൻ എന്താ ചെയ്തത്? ഫ്രം 5 പെയർ I chose 4 pairs. ആ സെലക്ഷന് ശേഷം
ഇപ്പൊ നമ്മൾ പെയറുകൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ ഒരു പെയർ എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഈ L1R1 എന്നുള്ള പെയർ എടുക്കും. ആ പെയറിന്റെ അകത്ത് എത്ര ഷൂസ് ഉണ്ട്? 2 ഷൂസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഷൂസിനെ അങ്ങ് സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ഞാൻ രണ്ടാമത്തെ പെയറിനെ എടുക്കുന്നു. രണ്ടാമത്തെ പെയറിനെ എടുത്തപ്പോഴും അതിൻ്റെ അകത്ത് 2 ഷൂസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഷൂസിനെ ഞാൻ അങ്ങ് എടുക്കുന്നു. ഫോളോഡ് ബൈ ദാറ്റ് വീണ്ടും അടുത്ത പെയറിനെ എടുക്കുന്നു. അതിൻ്റെ അകത്ത് 2 ഷൂസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തെ എടുക്കുന്നു. ഫോളോഡ് ബൈ ദാറ്റ് അടുത്ത പെയറിനെ എടുക്കുന്നു. അതിൻ്റെ അകത്ത് ഒരെണ്ണത്തെ എടുക്കുന്നു. സോ ദി ആൻസർ വിൽ ബിക്കം 5C4 into 2C1 into 2C1 into 2C1 into 2C1. നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് ചോദ്യത്തിനും പ്രീവിയസ് മെത്തേഡിലും ഈ മെത്തേഡിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെയിം ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ്ലി എന്താ ചെയ്ത? പ്രീവിയസ്ലി നമ്മൾ ആദ്യമേ തന്നെ ഷൂസുകളെ കമ്പൈൻ ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഞാൻ 5 പെയർ ഉള്ളതിൽ നിന്ന് 4 പെയറിനെ അങ്ങ് എടുത്ത് മാറ്റി. ഫോളോഡ് ബൈ ദാറ്റ് ഞാൻ ആദ്യത്തെ ഒരു പെയറിനെ എടുത്തു. ആ പെയറിൽ നിന്ന് ഞാൻ ഒരു ഷൂസ് എടുത്തു. രണ്ടാമത്തെ പെയറിനെ എടുത്തു. അതിൽ നിന്ന് ഒരു ഷൂസ് എടുത്തു. മൂന്നാമത്തെ പെയറിനെ എടുത്തു, ഒരു ഷൂസ് എടുത്തു. നാലാമത്തെ പെയറിനെ എടുത്തു, ഒരു ഷൂസ് എടുത്തു. ടോട്ടൽ നമുക്ക് 4 ഷൂസ് കിട്ടി. പക്ഷെ ഒന്നും തന്നെ പെയറായിട്ട് വരുന്നില്ല. എങ്ങനെയുണ്ട് മെത്തേഡ്? ഇതാണ്. ഇതെല്ലാം വളരെ വളരെ ലേണിംഗ് ഫേസ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ 2 മെത്തേഡ് ഒന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. വളരെ വളരെ വലിയൊരു ലേണിംഗ് ആണ്. എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തതും ഇതിന് സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്നതാണ്. സോ ഇതിന്റെ ഫൈനൽ ഉത്തരം 5C4 എന്ന് പറയുന്ന 5 into 2 into 2 into 2 into 2 16 into 5 80 എന്ന് വരും. പ്രീവിയസും ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഫൈനൽ ആൻസർ വിൽ ബി 80 there as well. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. 6 newly married couples are attending a birthday party. In how many ways 4 people can be seated so that ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കപ്പിൾ ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 കപ്പിൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോ കപ്പിൾ. ഇത് നമ്മളെ ഷൂറാക്ക് പോലെ തന്നെ അല്ലേ? കപ്പിൾ 1ഉം ലേഡി 1ഉം മാൻ 1ഉം ലേഡി 2ഉം മാൻ 2ഉം അങ്ങനെ 6 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നോ കപ്പിൾ ഫോം ചെയ്യുന്നതും നോ പെയർ ഓഫ് ഷൂസ് കമ്മിങ് ടുഗെദറും സെയിം തന്നെയല്ലേ? അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ നോ കപ്പിളിന്റെ ചോദ്യത്തിൽ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാം. ഈ 6 കപ്പിളിൽ നിന്ന് നമ്മൾ 4 കപ്പിളിനെ അങ്ങ് സെലക്ട് ചെയ്യുന്നു. കാരണം നമുക്ക് വേണ്ട 4 ആളുകളെയാണ്. ഫോളോഡ് ബൈ ദാറ്റ് ആദ്യത്തെ കപ്പിൾ എടുക്കുന്നു. ആദ്യത്തെ കപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 പേര് കാണുമല്ലോ. അതിൻ്റെ അകത്ത് ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഫോളോഡ് ബൈ ദാറ്റ് രണ്ടാമത്തെ കപ്പിളിനെ എടുക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഫോളോഡ് ബൈ ദാറ്റ് മൂന്നാമത്തെ കപ്പിളിനെ എടുക്കുന്നു. ഒരാളെ സെലക്ട് ചെയ്യുന്നു. നാലാമത്തെ കപ്പിളിനെ എടുത്ത് ഒരാളെ സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ ഫൈനൽ ആൻസർ ഇങ്ങനെ തന്നെ കിട്ടും. മറ്റേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. മറ്റേ മെത്തേഡ് എന്താണ്? ആദ്യം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലേഡീസിൽ നിന്ന് 6 പേരുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 4 പേരെ സെലക്ട് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി പെയർ ഒന്നും ഫോം ചെയ്യില്ല. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലേഡീസിനെ, ഇത് രണ്ടാമത്തെ മെത്തേഡ് ആണ്. ലേഡീസിൽ 3 പേരെ സെലക്ട് ചെയ്യുന്നു. ഫോളോഡ് ബൈ ദാറ്റ് റൈറ്റ് സൈഡിൽ ആ 3 പേരെ ആരൊക്കെ സെലക്ട് ചെയ്തു അതൊഴികെയുള്ള ബാക്കി 3 പേരിൽ നിന്ന് ഒരു മാനിനെ സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ 6 പേരിൽ നിന്ന് 2 പേരെ, ഫോളോഡ് ബൈ ദാറ്റ് റൈറ്റ് സൈഡിലെ 4 പേരിൽ നിന്ന് 2 പേരെ, ഓർ 6C1 into 5C3 plus 6C4. ആ ഷൂസിന്റെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നോ കപ്പിളിന്റെ കേസിൽ. 5 പേര് മാറി 6 പേര് വരുന്നു എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ്. കാര്യം പിടികിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 1 കപ്പിൾ വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു കപ്പിള് മാത്രം വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇതിൽ നമ്മൾ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ലേഡി 1ഉം മാൻ 1ഉം, ലേഡി 2ഉം മാൻ 2, ലേഡി 3 മാൻ 3, ഇങ്ങനെ ഒരു കപ്പിൾസിന്റെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഇങ്ങനെയുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരൊറ്റ കപ്പിളിനെ വേണം. 4 പേരെ സെലക്ട് ചെയ്യണം. അതിൽ ഒരൊറ്റ കപ്പിള് മാത്രമേ പാടുള്ളൂ. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് 4 പേരാണ്. 4 പേര് വേണം. കറക്റ്റ്. വി നീഡ് 4 people.
ദിസ് ദ കേസ് റൈറ്റ്. സോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ ഒരു ലോജിക് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊന്ന് ആദ്യം എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ എഴുതുന്നു 6c3 ഇൻറ്റു 3c1 ഇൻറ്റു 2c1 ഇൻറ്റു 2c1. ഇതിപ്പോ നിങ്ങൾ ആലോചിക്കും എന്താ സംഭവിക്കുന്നത്. ഞാൻ ഈ 6 കപ്പിൾ ഉള്ളതിൽ നിന്ന് ആദ്യം 3 കപ്പിളിനെ അങ്ങ് സെലക്ട് ചെയ്യുന്നു. 3 കപ്പിളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് നമുക്ക് വന്നു? 6 പേര് വന്നു. പക്ഷെ നമുക്ക് 6 പേരാണോ വേണ്ടത്? 4 പേര് മതി. സോ അന്നേരം നമ്മൾ 6 കപ്പിൾ ഉള്ളതിൽ നിന്ന് 3 കപ്പിളിനെ അങ്ങ് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഞാൻ ഒരു കപ്പിളിനെ, 3 കപ്പിളുണ്ട്, അതിൽ നിന്ന് 1 കപ്പിളിനെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്തു. അതായത് 6 പേരിൽ നിന്ന് 2 പേര്, ഒരു കപ്പിൾ വരുമ്പോഴത്തേക്ക് 2 പേരങ്ങ് പോയി. അന്നേരം നമ്മൾ റിക്വയർമെന്റ് ആയിട്ടുള്ള 1 കപ്പിൾ വന്നു. ഇനി ബാക്കി എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 4 പേരുണ്ട്. അതിൻ്റെ അകത്ത് 2 പേരുടെ കപ്പിളും 2 പേരുടെ കപ്പിളും. പക്ഷെ നമുക്ക് ഇനി എത്ര സ്ലോട്ടാ ബാക്കിയുള്ളത്? ഇനി 2 സ്ലോട്ടേ ബാക്കിയുള്ളൂ. നമുക്ക് 4 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതില് L1 M1 എന്ന് പറയുന്ന കപ്പിള് 2 സ്ലോട്ട് അങ്ങ് എടുത്തു. ഇനി നമുക്ക് 2 പേര് വേണം, അത് കപ്പിളാകാൻ പാടുമില്ല. കാര്യം പിടികിട്ടിയല്ലോ. സോ ആദ്യം ഞാൻ ഇതാണ് ചെയ്തത്, 6 പേരിൽ നിന്ന് 3 കപ്പിളിനെ അങ്ങ് എടുത്തു. ആ 3 കപ്പിളിൽ നിന്ന് ഒരു കപ്പിളിനെ എടുത്തങ്ങ് ഇവിടെ കൊണ്ടങ്ങ് ഇരുത്തി, സീറ്റഡ്, കപ്പിൾ സീറ്റഡ്. ഇനി നമുക്ക് 2 കപ്പിൾസ് ഉണ്ട്. 2 കപ്പിൾസില് ആദ്യത്തെ കപ്പിളിൽ 2 പേരുണ്ട്, അതിൽ നിന്ന് ഒരാളെ മാത്രം സെലക്ട് ചെയ്തു. 1 person selected from one of the 2 left couples. Because total 3 കപ്പിൾസിനെ സെലക്ട് ചെയ്ത് 2 കപ്പിൾസ് ലെഫ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ആദ്യത്തെ കപ്പിളിനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരാളെ മാത്രം സെലക്ട് ചെയ്തു. ലോജിക്ക് മനസ്സിലായല്ലോ. ഫോളോഡ് ബൈ ദാറ്റ് വീണ്ടും ഒരു കപ്പിളും കൂടെ ബാക്കിയുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്താണ്? 1 person selected from the rest, from 1 couple left. കാര്യം പിടി കിട്ടിയോ? ലോജിക്ക് മനസ്സിലായോ? ഇതാണ് കളി എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ 3 കപ്പിളിനെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ആ 3 കപ്പിളിൽ നിന്ന് ഒരു കപ്പിളിനെ നമ്മൾ അങ്ങ് എടുത്തു. നമ്മുടെ റിക്വയർമെന്റ് ആയി. ഇനി 2 കപ്പിൾസ് ബാക്കിയുണ്ട്, പക്ഷെ നമ്മൾ കപ്പിളായിട്ട് ആരെയും എടുക്കാൻ പറ്റില്ല. അന്നേരം ആദ്യത്തെ കപ്പിളിനെ എടുത്തു, അതിൽ നിന്ന് ഒരാളെ മാത്രം സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് രണ്ടാമത്തെ കപ്പിളിനെയും ബാക്കിയുള്ളവരെ എടുത്ത് ഒരാളെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓർക്ക് സാർ ഈ 3 എന്തിനാ എടുത്ത് 4 പേരെ എടുക്കണ്ടായിരുന്നു സാറേ? ഞാനിപ്പോ 4 പേരെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത്, എന്നിട്ട് 4 പേരിൽ നിന്ന് ഒരു കപ്പിളിനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6 പേരുണ്ട് അല്ലെ? പക്ഷെ എനിക്ക് ഇനി 2 പേരെ കൂടെ സെലക്ട് ചെയ്യാനുള്ളൂ അല്ലെ? അപ്പൊ ഞാൻ 2c1 into 2c1 ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത് ബാക്കിയുള്ള കപ്പിള്, ഒരു കപ്പിള് ബാക്കി വരത്തില്ലേ? അവർ എന്റെ അടുത്ത് ചോദിക്കും, സാറേ കല്യാണത്തിന് ചോറില്ലെങ്കിൽ ഞങ്ങളെ കല്യാണത്തിന് എന്തിനാ സാറേ വിളിച്ചതെന്ന് എന്റെ അടുത്ത് ചോദിക്കും അല്ലെ? അവരെ വിളിച്ചിട്ട് ചോറ് കൊടുക്കാതെ, ഒരു കല്യാണത്തിന് വിളിച്ചിട്ട് ചോറ് കൊടുക്കാതെ പോകുന്നൊരു രീതിയായി മാറും അല്ലെ? ഒരു അനലോജി പറഞ്ഞാണ്. അതുകൊണ്ടാണ്, അത് തന്നെയാണ് ഇതിനകത്തുള്ള ലോജിക്ക്. അതാണ് ഞാൻ ഈ 6c4ലേക്ക് പോകാത്തത്, 3 പേരെ കൊണ്ടുള്ള കാര്യം നടത്തുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ചോദ്യമൊക്കെ വീണ്ടും വീണ്ടും കാണുക. ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കാര്യം പിടികിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ്. ഓക്കെ, ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാക്ട്ലി 1 കപ്പിൾ കിട്ടേണ്ടതുകൊണ്ട് ആദ്യം 3 കപ്പിളിനെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ആ 3 കപ്പിളിൽ നിന്ന് ഒരു കപ്പിളിനെ അങ്ങ് എടുത്തു. അപ്പൊ ബാക്കി 2 കപ്പിൾ ബാക്കിയുണ്ട്, പക്ഷെ നമുക്ക് 2 പേരെ മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു കപ്പിളിനെ എടുത്തു, അതിൻ്റെ അകത്ത് 2 പേരുണ്ടെന്ന് നമുക്കറിയാം. ആ 2 പേരിൽ നിന്ന് ഒരാളെ അങ്ങ് എടുത്തു. ഫോളോഡ് ബൈ ദാറ്റ് രണ്ടാമത്തെ കപ്പിളിനെ എടുത്തു, അതിൻ്റെ അകത്ത് 2 പേരുണ്ടെന്ന് അറിയാം, പക്ഷെ അതിനകത്ത് നമുക്ക് ഒരാളെ മാത്രം മതി, അയാളെ അങ്ങ് എടുക്കുക. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഇതേ ചോദ്യത്തിൽ തന്നെ, there is at least 1 couple. അറ്റ്ലീസ്റ്റ് 1 കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 2 കപ്പിൾ ആകാം, അന്നേരം തന്നെ 4 പേരാകും, അതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ ഒരു കപ്പിൾ ആകാം. ഇതല്ലേ അറ്റ്ലീസ്റ്റ് 1 കപ്പിളിന്റെ പോസിബിലിറ്റി. ബിക്കോസ് നമുക്ക് 4 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത് 6 പേരിൽ നിന്ന്. അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 1 കപ്പിൾ, അതായത് 2 പേരും കപ്പിൾ ആവാം, സോർട്ടഡ് 4 പേരെ കിട്ടി. അല്ലെങ്കിൽ ഒരു കപ്പിൾ. 2 പേരും കപ്പിൾ ആവുന്നത് എങ്ങനെയാണ്? 6 കപ്പിളിൽ നിന്ന് 2 കപ്പിളിനെ അങ്ങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കപ്പിൾസ് വന്നു, ആ ഒരു പോസിബിലിറ്റി ആയി 2 കപ്പിൾസ്. അല്ലെങ്കിൽ പിന്നെ 1 കപ്പിളിന്റെ കേസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തത് തന്നെയല്ലേ? എക്സാക്ട്ലി 1 കപ്പിൾ വരുന്നത് എത്രയാണ്? 6c3 into 3c1 into 2c1 into 2c1. പ്രീവിയസ് ചോദ്യത്തില് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. ഇതേ ചോദ്യം തന്നെയല്ലേ? ഇത് തന്നെയാണ് എക്സാക്ട്ലി 1 കപ്പിൾ അല്ലെ? അപ്പൊ 2 കപ്പിളില് 6 കപ്പിൾസ് എന്ന് 2 പേരെ എടുത്തു കഴിഞ്ഞാൽ 4 പേരായി നമുക്ക്. കാരണം 4 പേരെയാണ് 6 പേരിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അതല്ലായിരുന്നു ചോദ്യവും.
അല്ലെ? ചോദ്യം എന്താണെന്ന് പറയുന്നത് ഇതല്ലായിരുന്നു. 6 മാരീഡ് കപ്പിൾസിൽ നിന്ന് 4 ആളുകളെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. 6 മാരീഡ് കപ്പിൾസിൽ 12 പേരുണ്ട്, അതിന്റെ അത് 4 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2 കപ്പിളിനെ എടുത്തു കഴിഞ്ഞാൽ 4 പേര് ഓൾറെഡി സെലക്ടഡ് ആയി. അല്ലെങ്കിൽ പിന്നെ ഒരു കപ്പിൾ എടുക്കുന്ന ഒരു ചോയ്സ്. സോ 6C2 plus 6C3 into 3C1 into 2C1 into 2C1. ഇതിന്റെ ലോജിക്ക് നമ്മൾ പ്രീവിയസ് ചോദ്യത്തിൽ കണ്ടു. കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡി പാർട്ടിലേക്ക് കിടക്കാം. അറ്റ്മോസ്റ്റ് വൺ കപ്പിൾ. അറ്റ്മോസ്റ്റ് വൺ കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ദാറ്റ് ഇസ് സെയിം ആസ് നോ കപ്പിൾ അല്ലെങ്കിൽ വൺ കപ്പിൾ. ഇതല്ലേ പോസിബിലിറ്റി. നോ കപ്പിൾ ഏതൊക്കെ രീതിയിൽ കിട്ടാൻ നമുക്കറിയാം. അതിന് 6C4 into 2C1 into 2C1 into 2C1 into 2C1 നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ വൺ കപ്പിളിന്റെ കേസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 6C3 into 3C1 into 2C1 into 2C1. ഇത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. നോ കപ്പിളിന്റെ കേസും വൺ കപ്പിളിന്റെ കേസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഉത്തരം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഓക്കെ, കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് of distributing n different toys to n children such that ആദ്യത്തെ കേസ് no restrictions at all. no restrictions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n ടോയ്സും ഒരൊറ്റ കിഡിന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു പോസിബിലിറ്റിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് n പേഴ്സൺസ് ഉണ്ട്, n ടോയ്സ് ഉണ്ട്, അല്ലെ? n പേഴ്സൺസ് ഉണ്ട്, n ടോയ്സ് ഉണ്ട്. അപ്പം ആദ്യത്തെ ടോയ് എത്ര രീതിയിൽ കൊടുക്കാൻ പറ്റും? n രീതിയിൽ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ആദ്യത്തെ ആൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇത് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. n people are standing, n kids are standing. ഓക്കെ, ആദ്യത്തെ കിറ്റിൽ എത്ര ചോയ്സ് ഉണ്ട്? വേണമെങ്കിൽ ഒരു ടോയ് കൊടുക്കാം, 2 ടോയ് കൊടുക്കാം, 3 ടോയ് കൊടുക്കാം, n ടോയ് കൊടുക്കാം. n ഡിഫറെന്റ് വേസ് ഉണ്ട്. രണ്ടാമത്തെ ആൾക്കും അത്രയും പോസിബിലിറ്റി ഉണ്ട്, മൂന്നാമത്തെ ആൾക്കും അത്രയും ഉണ്ട്. ടോട്ടൽ എത്രയാണ്? n raised to n പോസിബിലിറ്റീസ് വരും അന്നേരം. കാരണം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കാര്യം പഠിക്കാം. ഇറ്റ് ക്യാൻ ബി ദ കേസ് ഒരു കിഡിന് തന്നെ എല്ലാ ടോയും കൊടുക്കുന്ന ഒരു കേസും വരാം, അങ്ങനത്തെ ഒരു കേസും വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ n പോസിബിലിറ്റീസ് ഉണ്ട്. സോ ദി ആൻസർ വിൽ ബിക്കം n power n. കാര്യം പിടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് each one gets one toy. എല്ലാവർക്കും 1 ടോയ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ കളി മാറും, അല്ലെ? നേരത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഇപ്പൊ n സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കിഡിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഫസ്റ്റ് കിഡിനെ എടുക്കുമ്പോൾ n ടോയ്സ് ഉണ്ട്. അതിന് ആ എണ്ണിൽ നിന്ന് ഏത് ടോയ് വേണമെങ്കിലും എടുക്കാം. രണ്ടാമത്തതിൽ നിന്ന് പോകുമ്പോഴോ ഇവിടെ കൊടുത്തത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ n-1. കാരണം ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കണം. അടുത്തതിൽ n-2, അടുത്തത് n-3, അടുത്തതിൽ ഫൈനലി 1. സോ ദി ആൻസർ വിൽ ബിക്കം n ഫാക്ടോറിയൽ വേസിലെ എല്ലാവർക്കും ഒരു ടോയ് എങ്കിലും കിട്ടണമെങ്കിൽ ആൻസർ വിൽ ബിക്കം n ഫാക്ടോറിയൽ. കാര്യം പിടിയിട്ട് ഇനി പതുക്കെ പതുക്കെ നിങ്ങൾ ഇതിന്റെ ഒരു ഹാങ്ങിലേക്ക് എത്തും. ഭയങ്കര നന്നായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും. ഓക്കെ, അടുത്തതൊരു ജഗപൊക ചോദ്യമാണ്. ജഗപൊക ചോദ്യം എന്ന് പറഞ്ഞാൽ ജഗപൊക ചോദ്യം. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ്, നിങ്ങളുടെ തലയിൽ നിങ്ങൾ വെട്ടിപ്പൊളിഞ്ഞ് ബുദ്ധി തുറക്കുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക ഈ ചോദ്യത്തെ. ആദ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പതുക്കെ ഈ കാര്യം മനസ്സിലായി തുടങ്ങും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇഫ് എക്സാക്ട്ലി 2 children get no toys. അതായത് n ചിൽഡ്രൻ ഉണ്ട്, n ടോയ്സ് ഉണ്ട്. പക്ഷെ അതിൽ 2 പേർക്ക് നമ്മൾ ടോയ് ഒന്നുമേ കൊടുക്കുന്നില്ല. അതായത് n ടോയ് ഉണ്ട്, n ചിൽഡ്രൻ ഉണ്ട്, അതിൽ 2 പേർക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അതായത് n-2 ആളുകൾക്ക് ഈ ടോയ് എല്ലാം കൊടുക്കണം. ഇതൊന്നും നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ, എന്തുത്തരമോ ആട്ടെ, ഒരു പൊട്ടത്തരമോ ആട്ടെ, ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ ഒരു ഉത്തരം എഴുതിയിട്ട് എന്റെ തോട്ട് പ്രോസസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യാം. നിങ്ങൾക്കൊന്ന് കാണാം. നിങ്ങൾക്ക് ഒരു 1 മിനിറ്റ് ഞാൻ തരികയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രമിക്കുക.
അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരവൊന്ന് ആദ്യം ഇതിന്റെ ഉത്തരവൊന്ന് എഴുതുകയാണ്. അതിനുശേഷം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഓക്കെ. ഇതാണ് ഉത്തരം. ഇതൊരു ഉത്തരമാണ്. ഇതിന്റെ ലോജിക് എന്താണെന്ന് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടിട്ട് തല പോയേണ്ട. ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു യുറേക്ക മൂവ്മെന്റ് ആയിരിക്കും ഇതെന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ 2 കിഡ്സിന് കൊടുത്തില്ലെങ്കിൽ, അതായത് അവർക്ക് കൊടുക്കാനുള്ള 2 ടോയ്സ് ബാക്കിയുണ്ടല്ലോ അല്ലെ, 2 ടോയ്സ് ബാക്കിയുണ്ട്. ഈ 2 ടോയ്സ് ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമല്ലോ, ശരിയല്ലേ? ഈ 2 ടോയ്സ് ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. ഈ 2 ടോയ്സ് എനിക്ക് എങ്ങനെ കൊടുക്കാം? ഒന്നെങ്കിൽ ഒരു കിഡിന് ഞാൻ എക്സ്ട്രാ 2 ടോയ്സ് എക്സ്ട്രാ കൊടുക്കാം, അതായത് ആ കിഡിന് ടോട്ടൽ 3 ടോയ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 കിഡ്സിനെ വിളിച്ചിട്ട് ഒരാൾക്ക് 2 ടോയ്, അടുത്ത ആൾക്ക് 2 ടോയ് കിട്ടും, അല്ലെ? എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും കിട്ടേണ്ട കേസ് അല്ലേ ഇത്. എക്സാക്ട്ലി 2 children gets no toys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇനിയുള്ള പോസിബിലിറ്റി എന്താണ്? വേണമെങ്കിൽ ഈ ബാക്കി n-2 സ്റ്റുഡൻസിൽ ഒരാൾക്ക് തന്നെ ആ ബാക്കി വന്ന 2 ടോയ്സ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ 2 കിഡ്സിനെ വിളിച്ചിട്ട് അവർക്ക് ഓരോന്ന് കൊടുക്കാം. ഇതല്ലേ ഉള്ളൂ പോസിബിലിറ്റി, വേറെ ഒരു പോസിബിലിറ്റിയും നമുക്കില്ല. കാരണം n സ്റ്റുഡൻസും n കിഡ്സും n ടോയ്സുമാണ് നമുക്കുള്ളത്. അപ്പൊ ഞാൻ എന്താ ഇവിടെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ n കിഡ്സ് ഉള്ളതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. ഓക്കെ, n കിഡ്സ് ഉള്ളതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. 2 കിഡ്സ് സെലക്ടഡ് ഫ്രം n കിഡ്സ്. പിന്നെ അവിടെ ഞാൻ എന്താ ചെയ്ത, അവർക്ക് ഒന്നും കൊടുത്തില്ല, ഡിഡ് നോട്ട് ഗിവ് എനിത്തിങ്. ഈ കാര്യം പിടികിട്ടിയല്ലോ. ആദ്യം ഇതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് n കിഡ്സ് ഉണ്ട്, അതിൽ 2 പേർക്ക് മാത്രം ഒന്നും കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, n കിഡ്സിൽ നിന്ന് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം ആരാണ് ആ 2 പേരെന്നുള്ളത്, ആരാണ് ആ ദൗർഭാഗ്യവാന്മാർ എന്നുള്ളത്. ആ n കിഡ്സിൽ നിന്ന് 2 കിഡ്സിനെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ഞാൻ എന്ത് ചെയ്തു, അവർക്കൊന്നും കൊടുത്തില്ല. കാര്യം പിടികിട്ടിയല്ലോ. ഇനി n കിഡ്സിൽ 2 കിഡ്സിന്റെ കഥ കഴിഞ്ഞു. അതിൽ ബാക്കി എത്ര കിഡ്സ് ഉണ്ട്? n-2 കിഡ്സ് ഉണ്ട്. 2 പേര് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? അതിൽ നിന്ന് ഞാൻ n-2 ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് n-2 ലെഫ്റ്റ്, അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു. അതാരാണ്? നമ്മുടെ ഈ ഭാഗ്യവാൻ, ഈ എക്സ്ട്രാ 2 ടോയ്സ് കിട്ടുന്ന ഭാഗ്യവാൻ. കാര്യം പിടികിട്ടിയോ? സോ n-2 കിഡ്സിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? 1 given 2 extra toys. അതായത് ആദ്യം ഞാൻ n-2ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. പിന്നെന്താ, ഈ n ടോയ്സിൽ നിന്ന് 3 ടോയ്സിനെ സെലക്ട് ചെയ്ത് അവനങ്ങ് കൊടുത്തു. കാരണം അവൻ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഒന്ന് കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആ 2 കുട്ടികൾക്ക് കൊടുക്കാത്തതും കൂടെ ചേർത്ത് 3 എണ്ണം ഞാനങ്ങ് കൊടുത്തു. given 2 extra toys അവന് ഞാൻ കൊടുത്തു. ഈ ഭാഗം മനസ്സിലായോ? ഈ ഭാഗം മനസ്സിലായോ? I have given him 3 toys. Give any 3 to him. കാര്യം പിടികിട്ടിയല്ലോ. പിടികിട്ടി. അതായത് ഇപ്പൊ നമ്മള് 3 കിഡ്സിന്റെ കാര്യം തീർന്നു. എത്ര ടോയ് ഡിസ്ട്രിബ്യൂട്ട് ആയി? 3 ടോയ് ഡിസ്ട്രിബ്യൂട്ട് ആയി. ഇനി എന്താ ബാക്കിയുള്ള? n-3 കിഡ്സ് ഉണ്ട്. എത്ര ടോയ് ബാക്കിയുണ്ട്? n-3 ടോയ്സ് ബാക്കിയുണ്ട്. അവർക്കെല്ലാം ആ n-3 ടോയ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം? n-3 ഫാക്ടോറിയൽ വേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇതോടുകൂടി നമ്മൾ എന്ത് സംഭവിച്ചു? ഈ ഒരു കേസിനെ സോൾവ് ചെയ്തു. ഒരു കിഡ് ഗെറ്റിംഗ് 2 എക്സ്ട്രാ ടോയ്സ്, 1 കിഡ് ഗെറ്റിംഗ് എക്സ്ട്രാ ടോയ് എന്നുള്ള 2 എക്സ്ട്രാ ടോയ്സ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ നിർത്തി. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് സംഭവിച്ചത്. നമ്മൾ ആദ്യം മനസ്സിലാക്കി 2 കുട്ടികൾക്ക് ടോയ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 2 പോസിബിലിറ്റി ഉണ്ട്. ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ബാക്കി വന്ന 2 എക്സ്ട്രാ ടോയ്സും ഒരൊറ്റ കിഡിന് തന്നെ നമ്മൾ കൊടുക്കുകയാണ്.
ആ കേസ് ആണ് ഞാൻ ഇവിടെ വരെ സോൾവ് ചെയ്തേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആ n കിഡ്സിൽ നിന്ന് 2 കിഡ്സിനെ സെലക്ട് ചെയ്തു. ഏത് 2 കിഡ്സ്? ദൗർഭാഗ്യവാന്മാരായ ടോയ്സ് ഒന്നും കിട്ടാത്ത കിഡ്സ്. അപ്പൊ 2 കിഡ്സിനെ സെലക്ട് ചെയ്തു, അവർക്കൊന്നും കൊടുത്തില്ല. ഈ 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അവിടെയാണ്. നിങ്ങൾ ഈ 1 ഇപ്പൊ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ തലയിൽ കിളി പോകും, ജെയുടെ മുന്നേ ഒക്കെ എടുത്ത് ഈ നോട്ട്സ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? വി ഡിഡ് നോട്ട് ഗിവ് എനിത്തിങ് ടു ഹിം. ഫോളോഡ് ബൈ ദാറ്റ് നമുക്ക് 2 കിഡ്സിന്റെ കഥ കഴിഞ്ഞു. ബാക്കി n-2 കിഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ സെലക്ട് ചെയ്യുന്ന? ഒരു ഭാഗ്യവാനെ സെലക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അവൻ ആ 2 എക്സ്ട്രാ ടോയ്സും കൂടെ ചേർത്ത് ടോട്ടൽ 3 ടോയ്സിനെ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ n-2 കിഡ്സ് ബാക്കിയുള്ളതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് ആ n ടോയ്സിൽ നിന്ന് 3 ടോയ്സിനെ സെലക്ട് ചെയ്ത് അവനങ്ങ് കൊടുത്തു. അപ്പൊ കാര്യം തീർന്നു. 2 സ്റ്റുഡൻസ് ഇവിടെയും ഒരു എക്സ്ട്രാ സ്റ്റുഡന്റ് ഇവിടെയും ചേർത്ത് 3 പേരുടെ കാര്യം തീർന്നു. 3 ടോയ്സിന്റെയും കാര്യം തീർന്നു. ബാക്കി എത്ര ടോയ്സ് ബാക്കിയുണ്ട്? n-3 ടോയ്സ് ബാക്കിയുണ്ട്. n-3 ടോയ്സ് എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? n-3 പേർക്ക്. n-3 ടോയ്സ് n-3 പേർക്ക് എത്ര രീതിയിൽ കൊടുക്കാം? n-3 ഫാക്ടോറിയൽ രീതിയിൽ. അപ്പൊ ആ പാർട്ട് അങ്ങ് കഴിഞ്ഞു. അടുത്ത കഥ എന്താണ്? രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 കിഡ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് കൊടുക്കുക. കാര്യം പിടികിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടേക്ക് കിടക്കാം. അവിടെ ഇപ്പോഴും നമ്മളിപ്പോ എവിടെ ചെയ്യുന്നത്? ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന 2 കിഡ്സിനെ സെലക്ട് ചെയ്തു. അവർക്ക് എന്താ ചെയ്തേ? അവർക്ക് നോട്ട് ഗിവിങ് എനിത്തിങ്. ഈ പാർട്ട് സെയിം തന്നെയാണ്. പക്ഷെ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നേ? ആദ്യം ഈ n-2 ബാക്കി n-2 ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അതില് n ടോയ്സ് ഉണ്ടല്ലോ, അതില് 2 എണ്ണം അയാൾക്ക് അങ്ങ് കൊടുത്തു. കാര്യം പിടികിട്ടില്ല. n-2 നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് പ്രീവിയസ്ലി നമുക്ക് 2 അങ്ങ് കൊടുക്കുമായിരുന്നു, എക്സ്ട്രാ 2 അങ്ങ് കൊടുക്കണം. പക്ഷെ ഇവിടെ എക്സ്ട്രാ 1 പ്ലസ് ഹിസ് ഓർ ഹെർ ഓൺ അല്ലെ, അതങ്ങ് നമ്മൾ കൊടുക്കുകയാണ്. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് n-3 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. എത്ര ടോയ്സ് ബാക്കിയുണ്ട്? n-2 ടോയ്സ് ബാക്കിയുണ്ട്. അയാൾക്ക് എത്ര കൊടുക്കണം? 2 എണ്ണം കൊടുക്കണം. ഏതൊക്കെ? അയാൾക്ക് അർഹതപ്പെട്ടതും പക്ഷെ മറ്റേ 2 കുട്ടികളിൽ നിന്ന് തട്ടിപ്പറിച്ചതുമായിട്ടുള്ളത് ചേർത്തിട്ട് 2 എണ്ണം അങ്ങ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ 4 സ്റ്റുഡൻസിന്റെ കാര്യം കഴിഞ്ഞു, 4 ടോയ്സിന്റെയും കാര്യം കഴിഞ്ഞു. കാര്യം പിടികിട്ടിയല്ലോ. ബാക്കി എത്രയാണ്? n-4 കിഡ്സ് ബാക്കിയുണ്ട്, n-4 ടോയ്സും ബാക്കിയുണ്ട്. അവരിൽ എത്ര രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? n-4 ഫാക്ടോറിയൽ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കാര്യം കിട്ടിയോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ ഇത്? നിങ്ങൾ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ കാര്യം പിടിയിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ രണ്ടാമത്തെ പാർട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആദ്യം NC2 രീതിയിൽ നമ്മൾ 2 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. അവർക്ക് നമ്മളൊന്നും കൊടുത്തില്ല. ഫോളോഡ് ബൈ ദാറ്റ് n-2 സ്റ്റുഡൻസ് ബാക്കിയുള്ളതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. ഫോളോഡ് ബൈ ദാറ്റ് n ടോയ്സ് ഉള്ളതിൽ നിന്ന് 2 എണ്ണം എടുത്ത് അവനങ്ങ് കൊടുത്തു. ഏതൊക്കെയാണ് 2 എണ്ണം? അവൻ ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം വരേണ്ടതുണ്ട്. ഫോളോഡ് ബൈ ദാറ്റ് ഒരെണ്ണം കൂടെ ഈ കുട്ടികൾക്ക് കൊടുക്കാത്തതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കൊടുത്തു. പിന്നെന്താ നമുക്ക് ബാക്കി? ഇവന്മാര് 2 പേരും പിന്നെ ഇവിടെയും കഴിഞ്ഞിട്ട് ടോട്ടൽ n-3 കിഡ്സ് അല്ലേ ബാക്കിയുള്ളേ. അതിൽ നിന്ന് ഒരുത്തനെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താണ്? ഇവിടെ നമ്മൾ ടോട്ടല് 2 ടോയ്സ് അങ്ങ് കൊടുത്തു കഴിഞ്ഞു. അതായത് n-2 ടോയ്സേ ബാക്കിയുള്ളൂ. n-2 ടോയ്സിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്ന? 2 ടോയ്സിനെ അങ്ങ് സെലക്ട് ചെയ്യുന്നു. that will come out to be in n-2 C2 ways. കാര്യം പിടിയിട്ടില്ലേ? n-2 C2 waysല് അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? n-2 C2 waysല് അവന് ടോയെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഓൾറെഡി നമുക്ക് 4 ടോയ്സ് പോയി, 4 ആളുകളുടെയും കാര്യം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി എത്ര പേരുണ്ട്? n-4 ടോയ്സും n-4 ആളുകളും ഉണ്ട്. അവർക്ക് എത്ര രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം? n-4 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഒന്നും ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡി പാർട്ടിലേക്ക് കിടക്കാം. അതുവരേക്കും നിങ്ങൾ ഈ സി പാർട്ടിനെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് എടുത്തേ. വളരെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യം. മറ്റേ നേരത്തെ മനസ്സിലാക്കിയെങ്കിൽ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇഫ് എക്സാക്ട്ലി 1 ചൈൽഡ് ഗെറ്റ്സ് നൺ, ഒരു ചൈൽഡിന് ഒന്നും കിട്ടുന്നില്ല. ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോഴും n ടോയ്സും ഉണ്ട്, n കിഡ്സും ഉണ്ട്.
ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് ദൗർഭാഗ്യവാന് ഒരു കിഡിന് ഒന്നും കിട്ടുന്നില്ല, അതായത് എന്നിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? നോട്ട് വൺ വേയിൽ നോട്ട് ഗിവിംഗ് എനിത്തിങ് ടു ഹിം, അല്ലെ? ഇപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എക്സ്ട്രാ ടോയ് ഒരാൾക്ക് മാത്രമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ, ടോയ്സിന് മുറിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്കിനി n-1 കിഡ്സ് ഉള്ളതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. എന്തിനു വേണ്ടി? ഇവനിൽ നിന്ന് തട്ടിപ്പറിച്ചത് ഇവന് കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പൊ n ടോയ്സ് ഉള്ളതിൽ നിന്ന് 2 ടോയ്സ് എടുത്തിട്ട് അവനങ്ങ് കൊടുക്കുക. ബാക്കി എന്താ സംഭവിച്ചത്? ഇവനെയും ശേഷം n-2 ആൾക്കാരുണ്ട്, n-2 ടോയ്സ് ഉണ്ട്, n-2 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയല്ലേ ഉള്ളു കാര്യം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? n കിഡ്സ് ഉള്ളതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു, ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ അവർക്ക് ഒന്നും കൊടുത്തില്ല, നോട്ട് ഗിവിംഗ് എനിത്തിങ്, അല്ലെ? ഇനി അവരിൽ നിന്ന് കൊടുത്തതിന് ശേഷം n-1 ആൾക്കാരുണ്ട്, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് കൊണ്ടെങ്കിൽ 2 ടോയ്സ് കൊടുത്തു, ഇവരിൽ നിന്ന് എടുത്തതും ഇവൻ അർഹതപ്പെട്ടതും. അപ്പൊ നമുക്ക് n-2 ആൾക്കാർ ബാക്കി, n-2 ടോയ്സ് ബാക്കി. അവർക്ക് എത്ര രീതിയിൽ നമുക്ക് അങ്ങ് കൊടുക്കാം? n-2 ഫാക്ടോറിയൽ രീതിയിൽ അങ്ങ് കൊടുക്കാം. സോ ദി ആൻസർ വിൽ ബിക്കം nc1 into 1 into n-1 c1 into nc2 into n-2 ഫാക്ടോറിയൽ എന്നുള്ള ഒരു രീതിയിൽ ഉത്തരം വരുന്നു. കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചെയ്തു. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരും. വീണ്ടും കാണാം. അതുവരേക്കും don't forget to like, share and subscribe to my YouTube channel. Share it with all my friends. Bye bye.